നമസ്കാരം, വെൽക്കം ടു വിവേക്സ് വ്യൂസ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പും കൈകാര്യം ചെയ്യുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 49% ഓഹരികൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ചാൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന് വിൽക്കാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ച വാർത്ത വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഏകദേശം 13,220 കോടി രൂപയുടേതാണ് ഇടപാട്. പദ്ധതിയുടെ യഥാർത്ഥ ഉടമസ്ഥരായ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ വൻകിട ഇടപാട് പ്രഖ്യാപിക്കപ്പെട്ടത് ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്തുകൊണ്ട് ഓഹരി വിറ്റു? ആഗോള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കരാർ അത്യാവശ്യമാണെന്നാണ് അദാനി പറയുന്നത്. വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്നതാണ് ഈ കരാർ. ഓഹരി കൈമാറ്റത്തിന് പിന്നിൽ തന്ത്രപരമായ കാരണങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള MSC. ഓഹരി പങ്കാളിത്തം നൽകുന്നതിലൂടെ അവരുടെ ആഗോള ശൃംഖല പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞത്തെ അന്തർദേശീയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വികസിപ്പിക്കാനാണ് അദാനി ഉദ്ദേശിക്കുന്നത്. രണ്ടാം ഘട്ട വികസനത്തിന് അദാനി ഗ്രൂപ്പ് ഏകദേശം 16,000 കോടി രൂപ മുടക്കേണ്ടതുണ്ട്. ഈ ഇക്വിറ്റി കൈമാറ്റം വഴി ആഗോള നിക്ഷേപം ആകർഷിക്കാനാണ് അദാനിയുടെ നീക്കം. തങ്ങളുടെ പങ്ക് ഉള്ള ഓഹരികളാണ് പൂർണ്ണമായും വിറ്റഴിച്ചതെന്നാണ് അദാനി പറയുന്നത്. തുറമുഖത്തിന്റെ നിർമ്മാണം ഇപ്പോഴും അദാനിയുടെ പക്കൽ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം അവർ സെബിയെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. കൺസഷൻ കരാറിലെ വ്യവസ്ഥ 5.3 പ്രകാരം വിഴിഞ്ഞം പോർട്ടിനായി സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പുമായി ഒപ്പുവെച്ച ഒരു കൺസഷൻ കരാറിലെ വ്യവസ്ഥ 5.3 അനുസരിച്ച് തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ എങ്ങനെയെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പദ്ധതിയുടെ അധികാരിയായ കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. സർക്കാരിനെ അറിയിക്കാതെയുള്ള നീക്കങ്ങൾക്കെതിരെ നിയമപരമായി സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇനി സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉടമസ്ഥാവകാശത്തിന്റെ മാറ്റം അല്ലെങ്കിൽ സാധാരണ കമ്പനി നിയമപ്രകാരം 75%-ലധികം ഓഹരികൾ കൈമാറുമ്പോഴാണ് പൂർണ്ണമായ ഉടമസ്ഥാവകാശ മാറ്റം സംഭവിക്കുന്നത്. എന്നാൽ വിഴിഞ്ഞം കരാറിലെ പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം 25%-ഓ അതിൽ കൂടുതലോ ഓഹരികൾ കൈമാറുന്നതും ഉടമസ്ഥാവകാശത്തിലെ വലിയൊരു മാറ്റമായി കണക്കാക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യ ഒരു മേഖലയാണ്. അതിനാൽ വിദേശ കമ്പനിക്ക് ഓഹരി നൽകുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും പ്രത്യേക സുരക്ഷാ അനുമതികൾ അനിവാര്യമാണ്. തുറമുഖ ശ്രേണി നിർമ്മാണത്തെ ബാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിലവിലെ സാഹചര്യം, പരിശോധനാ പ്രക്രിയകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പോർട്ടിൽ പ്രഖ്യാപിക്കുന്ന ഈ വിൽപ്പന 3 രീതിയിൽ സ്വാധീനിച്ചേക്കാം. അതിനകത്തെ അനുകൂല വശങ്ങളെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര കണ്ടെയ്നർ തുറമുഖത്തിന്റെ ഏറ്റവും ശക്തമായ ഉടമസ്ഥാവകാശം, അല്ലെങ്കിൽ ഈ തുറമുഖത്തിന് കൂടുതൽ ലോജിസ്റ്റിക് പാർക്കുകൾ, വെയർഹൗസുകൾ, അത്യാധുനിക സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വേഗത കൂടും. ലോകോത്തര കമ്പനികൾ നിക്ഷേപം നടത്താൻ താൽപ്പര്യം കാണിക്കുന്നതിലൂടെ രാജ്യാന്തര ബിസിനസ് ഭൂപടത്തിൽ വിഴിഞ്ഞം പോർട്ടിന്റെ സ്വാധീനം വർദ്ധിക്കും. ആശങ്കാജനകമായ വശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രമുഖ ഷിപ്പിംഗ് കമ്പനി തുറമുഖത്തിന്റെ വലിയൊരു പങ്ക് ഓഹരി സ്വന്തമാക്കുമ്പോൾ ചെറുതും വലുതുമായ കപ്പൽ കമ്പനികൾക്ക് തുറമുഖം ഉപയോഗിക്കുന്നതിൽ വിവേചനം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട്. MSCക്ക് കുത്തക ലഭിച്ചാൽ അവർ നിശ്ചയിക്കുന്ന വാടകയും നിബന്ധനകളും അനുസരിക്കാൻ മറ്റ് നാവിക കമ്പനികൾ നിർബന്ധിതരാകാം. ഇത് മത്സര വ്യവസായ സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. സർക്കാരിന്റെ ജാഗ്രതയും മുന്നോട്ടുള്ള വഴിയും എല്ലാം ഇതിൽ പ്രധാനമാണ്. അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി ആവശ്യമായ കൺസെഷൻ അല്ലെങ്കിൽ അനുമതി നടപടികൾ പാലിക്കുന്നതിനായി പ്രധാന കാര്യങ്ങൾ പരിശോധിച്ചതായി കേന്ദ്രത്തിനും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. വിദേശ കമ്പനിയുടെ നിക്ഷേപം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. കേരളത്തിന്റെ വികസന പദ്ധതികളെ യാതൊരു സാഹചര്യത്തിലും ഈ ഇടപാട് ഹനിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. തുറമുഖം കുത്തകയായി മാറാതിരിക്കാൻ കാരണമായ എല്ലാ കപ്പൽ കമ്പനികൾക്കും തുല്യമായ അവസരം നൽകുന്ന കോമൺ യൂസർ ഫെസിലിറ്റി അത് തുടരുമെന്ന് ഉറപ്പാക്കുന്ന കർശന വ്യവസ്ഥകൾ നമ്മൾ ഉപകരാറുകളിൽ വെക്കണം. ചുരുക്കത്തിൽ അദാനി ഗ്രൂപ്പ് കൊണ്ടുവന്ന വിദേശ നിക്ഷേപം തുറമുഖത്തിൻ്റെ വാണിജ്യ സാധ്യതകളെയും അന്തർദേശീയ പോർട്ട് സിറ്റി വികസനത്തെയും ഉത്തേജിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എങ്കിലും സർക്കാരിനെ മറികടന്നുള്ള കോർപ്പറേറ്റ് നീക്കങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല. നിയമപരമായ ചട്ടങ്ങൾ പാലിച്ച് സുതാര്യതയും സുരക്ഷയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ ഓഹരി കൈമാറ്റത്തിൻ്റെ അന്തിമ അനുമതി നൽകാവൂ. ഈ വലിയ നിക്ഷേപത്തെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ഉപയോഗിക്കാൻ സർക്കാർ വേണ്ടതെല്ലാം ചെയ്യണം. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള തമിഴ്നാട്ടിലെ ഏനൂർ അവിടുത്തെ തുറമുഖത്തിലെ 49% ഓഹരികളും ഇതേ MSC കമ്പനി അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ടെർമിനൽ 2044 വരെ പ്രവർത്തിപ്പിക്കുന്നത് ഇതേ MSC ആണ്. അപ്പോൾ ഇന്ത്യയിലെ 3 തുറമുഖ ടെർമിനലുകളും അവർ വേറെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് യാതൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ ഓഹരി വാങ്ങിയ MSCക്കെതിരെ ഉയരുന്നത് വസ്തുതകൾക്ക് നിരക്കുന്ന ആരോപണങ്ങൾ മാത്രമൊന്നുമല്ല. വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ ദുബായ് ആസ്ഥാനമായ DP വേൾഡിൻ്റെ 85% ഓഹരിയുണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളില്ല. ത്യാഗരാജ് ടെർമിനൽ ലിമിറ്റഡിൻ്റെ ടെർമിനൽ പ്രവർത്തനത്തിനാണ് 30 വർഷത്തേക്ക് DP വേൾഡിൻ്റെ ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു കൊളാബറേഷൻ ഇതുവരെ കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും കണ്ടെയ്നർ ടെർമിനൽ DP വേൾഡിൻ്റെ നടത്തിപ്പിലാണ് അവിടെ നടക്കുന്നത്. അവിടെയൊന്നും പ്രശ്നമേ ഇല്ല. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായിട്ടുള്ള കരാർ പ്രകാരമാണ് അവിടുത്തെ പ്രവർത്തനം. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടാണ് വിഴിഞ്ഞത്തെ ഓഹരി ഇടപാട് വിവാദത്തിലാക്കുന്നത്. അങ്ങനെയും ഉണ്ട് കാര്യം. ചീഫ് സെക്രട്ടറിയും നിയമ സെക്രട്ടറിമാരും വിഴിഞ്ഞം തുറമുഖ കമ്പനി MDയുമായി നടത്തിയ ഉന്നതാധികാര സമിതിയാണ് ഈ ഓഹരി കൈമാറ്റത്തിനുള്ള അദാനിയുടെ അപേക്ഷയിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അവർ ആണ് പരിഗണിക്കേണ്ടത്. കണക്കിലും ഒരു തർക്കമുണ്ട്. ആദ്യഘട്ട തുറമുഖ നിർമ്മാണത്തിന് 5,500 കോടി സംസ്ഥാന സർക്കാർ മുടക്കിയെന്നാണ് പ്രചാരണം. എന്നാൽ യഥാർത്ഥ കണക്ക് 3,040 കോടിയാണെന്നാണ് ഇപ്പം പുറത്തു വരുന്നത്. അപ്പോൾ അതേസമയം 2,454 കോടിയുടെ കേന്ദ്ര വിഹിതം കിട്ടിയിട്ടുണ്ട്. അദാനി 14,400 കോടിയാണ് നിർമ്മാണത്തിന് മുടക്കിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഉള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് പുറമെ ക്രൂയിസ് ടെർമിനലുകളും അതിനനുബന്ധിച്ചുള്ള വികസനവുമാണ് അദാനി പദ്ധതിയിടുന്നത്. അപ്പോൾ ഈ വിവാദങ്ങൾ കാരണം അനുബന്ധ മേഖലകളിലേക്കും കൂടുതൽ നിക്ഷേപകർ വിഴിഞ്ഞത്തേക്ക് എത്താൻ മടിക്കും. അപ്പോൾ ഇത് ഒരു വികസനത്തിന് വെല്ലുവിളിയായി മാറും. 27,120 കോടി രൂപയാണ് തുറമുഖത്തിൻ്റെ ആകെ മൂല്യം. 440 കോടി രൂപയാണ് ആദ്യ വർഷത്തെ വരുമാനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റൈസേഷൻ തന്നെയാണ് ഇനിയുള്ള കാലത്ത് ഒരു സൊല്യൂഷൻ. പക്ഷേ പ്രൈവറ്റൈസേഷൻ അനുവദിക്കുമ്പോഴത്തേക്ക് സർക്കാർ കൺട്രോളിൽ നിന്ന് പോകരുത്. സർക്കാരിന് മുകളിലാകരുത് ഒരു കോർപ്പറേറ്റും. നന്ദി.